ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിലാട്ടാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം വേണ്ട നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ബോട്ടിലും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് പൊടിമണലാണ്, അതായത് പഞ്ചസാര മണൽ എന്നൊക്കെ പറയത്തില്ലേ, നമ്മുടെ ഈ കടൽ തീരത്തൊക്കെ കാണുന്ന അത്രയും മണലാണിത്. അപ്പോൾ ഇപ്പം നമുക്ക് കടൽ തീരത്തൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ അല്ലേ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഇത്തള്ള മണലുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ വീടൊക്കെ പണിയാൻ വേണ്ടി എടുക്കുന്ന മണലില്ലേ, അത്തള്ള മണലുണ്ടെങ്കിൽ അതാണെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പം പൊടിയായിട്ടുള്ള മണൽ വേണം. അപ്പോൾ നേരെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബിയറിൻ്റെ ബോട്ടിലാണ്. ഇതിൻ്റെ സ്റ്റിക്കർ നന്നായിട്ടൊന്നും ഇളക്കി കളഞ്ഞിട്ടില്ല. ഈ ഒരു രീതിക്ക് നമ്മൾ ഇളക്കി മാറ്റിയിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഗ്ലൂ ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫെവിക്കോളാണ്. ഫെവിക്കോളിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ളതാണിത്. അപ്പോൾ നമ്മൾക്ക് ഇതെടുക്കുമ്പോൾ ഒരുപാട് വെള്ളവും കൂടി പോകരുത്, എന്നാൽ ഗ്ലൂ ഇങ്ങനെ ഭയങ്കര തിക്കായിട്ടിരിക്കുകയും ചെയ്യരുത്. അങ്ങനെ ഒരു രീതിക്ക് വേണം ഇതെടുക്കാൻ വേണ്ടി. പിന്നെ നമ്മളിത് ഇവിടെ കുറച്ച് വീതിയുള്ളൊരു ബ്രഷാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഗ്ലൂവും വെള്ളവും കൂടിയുള്ള മിക്സ് ഇല്ലേ, ബോട്ടിലോട്ട് ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നേരെ നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഈ മണൽ ഇങ്ങനെ വാരി ഇതിൻ്റെ പുറത്തോടി വിതറുക. ഇങ്ങനെ നമ്മൾ മണലിട്ടതിന് ശേഷം ബാക്കിയിരിക്കുന്ന ആ മണൽ നമ്മളിങ്ങനെ തട്ടിക്കളയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗത്തോട്ട് ആ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഭാഗത്തോട്ട് നമ്മൾ മണലിട്ട് കൊടുക്കുകയാണ്. അപ്പം വേണ്ട നമ്മൾ ഒരു കോട്ട് മണൽ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. എങ്കിലും അവിടെ ഇവിടെയും ഹോളായിട്ട് കണ്ടോ, മണൽ പിടിക്കാതെയും കൊണ്ടിരിപ്പുണ്ട്. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് ഡ്രൈ ആകാൻ വേണ്ടി വെക്കുക. ഡ്രൈ ആയതിന് ശേഷം വീണ്ടും ഇതിൻ്റെ പുറത്തൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മണൽ വിതറി കൊടുക്കുക. അപ്പം വേണ്ട നമ്മൾ 2 കോട്ട് മണൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുത്തുള്ളൊരു ബോട്ടിലാണിത്. നമ്മൾ രണ്ടാമത്തെ തവണ ഗ്ലൂ അപ്ലൈ ചെയ്ത് മണ്ണിടുമ്പോൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തും കൂടി കൊടുക്കുക. നമുക്കിതിന് കളർ കൊടുക്കാം. ഞാനിവിടെ സ്പ്രേ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്, ഗ്രീൻ കളർ. നമുക്ക് അക്രിലിക് കളർ വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ അടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. നമ്മൾ എപ്പോഴും സ്പ്രേ പെയിൻ്റ് എടുക്കുമ്പോഴത്തേന് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടി. അപ്പം ചേട്ടൻ നമ്മൾ സ്പ്രേ പെയിൻറ്റ് നന്നായിട്ട് ഷേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലോട്ട് സ്പ്രേ ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ ബോട്ടിൽ ഫുള്ളെ സ്പ്രേ ചെയ്ത് എടുക്കുക. അപ്പം നേരത്തെ നമ്മൾ സ്പ്രേ പെയിൻറ്റ് ഫുൾ അടിച്ച് കൊടുത്തിരുന്നു. ഇത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മെറ്റാലിക് ഗോൾഡ് കളർ അടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം, ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. അപ്പം നമ്മുടെ ചാനലിൽ ഇനി നല്ല നല്ല വീഡിയോസ് ഒരുപാട് വരാനുണ്ട്.
ആ ഗോൾഡൻ കളർ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറിയ എന്തെങ്കിലും ഒരു അടപ്പെടുക്കുക. അതായത് നമ്മുടെ ഐസ്ക്രീമൊക്കെ കിട്ടുന്നതിൻ്റെ അടപ്പൊക്കെ എടുത്താലും മതി. ഇത് ഇങ്ങനെയൊക്കെ ഉള്ളതില്ലേ, ഇതൊക്കെ എടുത്താലും മതി. നിങ്ങൾ വീട്ടിലൊന്ന് നന്നായിട്ട് അരിച്ച് പറക്കിയാൽ മതി കേട്ടോ. നമുക്കിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം വേണ്ടത് നമ്മൾ ആ കുഞ്ഞടപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലേസാണ്. ഇത്തള്ള ലേസ് ഉണ്ടെങ്കിൽ ഇതെടുക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് ലേസാണോ ഉള്ളത് അത് എടുക്കാവുന്നതാണ്. ഇനി ലേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ നെറ്റിൻ്റെ ഷോളൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഇതുപോണക്ക് വീതി കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടി പേളോ സ്റ്റോണോ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം വേണ്ടത് നമുക്ക് ആ ലേസ് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ആ ലേസ് ഫുള്ള് അടപ്പയിലോട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടിലെടുത്തിട്ടുണ്ട്. ആ ബോട്ടിലിൻ്റെ അടിവശത്തോട്ട് നമുക്ക് ഈ ലേസ് ഇങ്ങനെ റൗണ്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഈ ലേസ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഫെവിബോണ്ട് കൊണ്ടാണ്. ഇനി ഈ ഒരു ഭാഗത്തും നമ്മൾ ആ ലേസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ച് സ്റ്റോൺ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഈ സ്റ്റോൺ എടുത്തിരിക്കുന്നത് പഴയ ഒരു ബാഗിൽ നിന്നാണ് ഉപയോഗിക്കാതിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും ഇതുപോലൊക്കെ എന്തെങ്കിലും ഉപയോഗിക്കാതെ നമ്മൾ കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റോണും പേളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഇളക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ബോട്ടിലോ അല്ലെങ്കിൽ ക്രാഫ്റ്റോ ഒക്കെ ചെയ്യുമ്പോഴത്തേന് നമുക്കതൊക്കെ എടുത്ത് ഒട്ടിച്ച് കൊടുത്ത് ഭംഗിയാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇതുപോലൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നോക്കി വെച്ചാൽ മതി. നമുക്ക് പല സാധനങ്ങളും കിട്ടും റീയൂസ് ചെയ്യാൻ വേണ്ടി. അപ്പം നേരെ നമ്മൾ സ്റ്റോണൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ക്യാപ്പ് എടുക്കുക. അതിനുള്ളിലോട്ട് നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ദേ ബോട്ടിലിൻ്റെ മണ്ടഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം നേരെ നമ്മുടെ ബോട്ടിൽ ഫുള്ളായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ക്യാപ്പ് ഇതുവരേക്കും ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടില്ല. നമുക്കതും കൂടെ ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെക്കാം. അപ്പം നേരെ നമ്മുടെ ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.